സുവിശേഷ വീഥി. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിൻ്റെ ഈ സുവിശേഷ വീഥിയിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. നമ്മൾ ഓരോരുത്തരെയും ദൈവം കരുണയോടെ പരിപാലിക്കുന്നു, വഴി നടത്തുന്നു. ഇപ്രകാരം ഒരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ ജീവനുള്ള തിരുവചനത്തോടൊപ്പം ആയിരിക്കാനായിട്ട് നമ്മളോട് ദൈവം വീണ്ടും ചെയ്ത കരുണയോർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. എല്ലാവരും ഇന്ന് അവനവന് പുറത്തെല്ലാം അന്വേഷിക്കുന്നുണ്ട്, കണ്ടെത്താനായിട്ട് നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. എന്നാലും എല്ലാവരും നല്ല അന്വേഷണത്തിലും പരിശ്രമത്തിലുമാണ്. ഞാനും നിങ്ങളുമൊക്കെ പൊതുവെ വിജയിക്കും തോറും മറ്റുള്ളവർ കുറച്ചുകൂടി നമ്മളെ അറിയുന്നുണ്ട്. മറ്റുള്ളവരിങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ സ്വാഭാവികമായി നമ്മൾ കുറേ കൂടി പ്രധാനപ്പെട്ടവരും പ്രശസ്തരുമൊക്കെ ആയി മാറുന്നുമുണ്ട്. ശരിയാണ്, എൻ്റെ ജീവിതത്തിലെ വിജയങ്ങളൊക്കെ പലരിലേക്ക് എന്നെ എത്തിക്കുന്നുണ്ട്. എന്നെക്കുറിച്ച് പുതുതായിട്ട് ആരെല്ലാമോ അറിയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഈ ലോകത്തിലെ ചില സത്യങ്ങളെ തിരിച്ചറിയുമ്പോൾ വെറുതെ സ്വയം ഒന്ന് ചോദിക്കണം, ഞാൻ വിജയിക്കുമ്പോഴത്തെ കാര്യമാണ് ഈ പറഞ്ഞത്, ഞാൻ പരാജയപ്പെടുമ്പോഴോ? സത്യസന്ധമായിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ വിജയിച്ചതിന് ഏതാണ്ട് ഒപ്പമോ അല്ല വിജയിച്ചതിനേക്കാളും കൂടുതൽ പരാജയങ്ങളോ നേരിട്ടിട്ടുണ്ടാവും, അനുഭവിച്ചിട്ടുണ്ടാവും ശരിക്കും ആ കയ്പ് എന്താണെന്ന്, അതിന് ശേഷമുണ്ടാകുന്ന ഒറ്റപ്പെടൽ എന്തൊക്കെയാണെന്ന്, എന്തുമാത്രം കുറ്റാരോപണങ്ങൾക്ക് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന്, പരിഹാസവും പരിക്കുകളും എന്തുമാത്രം ഏൽക്കേണ്ടി വരുമെന്ന്. അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മളുടെ പരാജയങ്ങളിൽ നമ്മളെ തന്നെ കുറച്ചുകൂടി അറിയാനായിട്ട് ദൈവം ഒരുക്കുന്ന വലിയ ചില സാധ്യതകളാണെങ്കിലോ, അത് എൻ്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ആകസ്മികമായോ അല്ല ഏതാണ്ട് മുൻകൂട്ടിയുള്ള ഉറപ്പോടുകൂടിയോ കടന്നു വരുന്ന ഓരോരോ പരാജയങ്ങളും നമ്മളെ തന്നെ കുറച്ചുകൂടി വ്യക്തമായിട്ട് അറിയാനായിട്ട് ദൈവം ഒരുക്കുന്ന ശ്രേഷ്ഠമായ ചില അനുഭവങ്ങളാണെങ്കിലോ ഒന്ന് പ്രയോജനപ്പെടുത്തണ്ടേ? എല്ലാ അന്വേഷണങ്ങളും അവനവന് വെളിയിലാണ് ഇന്ന് നടക്കുന്നത്. ഓരോരുത്തരും ഓരോരോ വിഭവങ്ങളാവാം തേടുന്നതും തിരയുന്നതുമൊക്കെ. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഉദ്ദേശങ്ങളെയും ലക്ഷ്യങ്ങളെയും ചേർന്നുള്ളതാണ്, അതിനോട് സംബന്ധിച്ചുള്ളതാണ്. എന്നാലും എപ്പോഴാണിനി അവനവനിലേക്ക് തന്നെ ഒന്ന് അന്വേഷിച്ച് എത്തുക, അവനവൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു ചെല്ലുക? പുറത്തുള്ള എല്ലാ അന്വേഷണങ്ങളും കണ്ടെത്തലുകളും നേട്ടങ്ങളും നമ്മളെ കുറച്ച് കഴിയുമ്പോൾ മടുപ്പിക്കും കേട്ടോ. ആ ഒരു സ്ഥിര ഉത്സാഹത്തിൽ, താല്പര്യത്തിൽ, ആ ഒരു ആവേശത്തിൽ നമ്മളെ എന്നും നിലനിർത്താൻ പോകുന്നില്ല. എന്നാൽ അകത്ത് നമ്മൾ കാര്യമായിട്ടൊന്ന് പരതുകയാണെങ്കിൽ, അവിടെ ഒന്ന് ശുദ്ധീകരിക്കുകയാണെങ്കിൽ, അവിടെ ഒരു വെളിച്ചത്തെ നിലനിർത്തുകയാണെങ്കിൽ നമ്മളെന്നും പുതുമയുള്ളവരാവും, വിശുദ്ധരാവും, നിർമ്മലരാവും. തിരുവചനം അങ്ങനെ നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തിരുവചനം അങ്ങനെ നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. ക്രിസ്തു വചനങ്ങൾ നമ്മൾ ഓരോരുത്തരെ അതിനുവേണ്ടി ക്ഷണിക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെയും ആ ക്ഷണം അറിഞ്ഞിട്ടില്ല എന്നത് ഒരുപക്ഷെ ചിലരെ സംബന്ധിച്ച് സത്യമാവാം. ചിലരെ സംബന്ധിച്ച് അറിഞ്ഞിട്ടും പ്രതികരിക്കുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും സെൽഫോണിലേക്ക് ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ എന്താവാം പൊതുവെയുള്ള നമ്മുടെ പ്രതികരണങ്ങൾ? നമ്മുടേതല്ല, നമ്മളുടെ സെൽഫോണിൻ്റെ പ്രതികരണം ചിലപ്പോൾ പരിധിക്ക് വെളിയിലാണെന്നാണ്. ദൈവം പോലും വിളിക്കുന്നുണ്ടാവും വലിയ പ്രതീക്ഷയോടെ, എന്തോ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാനായിട്ട്. അപ്പോഴും പരിധിക്ക് വെളിയിലാണ്. ഓരോ വിശ്വാസിയും ദൈവ പരിധിക്ക് വെളിയിൽ എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? അവനെങ്ങനെയാണ് ദൈവപരിധിക്കകത്തേക്ക് തിരികെ പ്രവേശിക്കാൻ പറ്റുക? പരിധിക്ക് വെളിയിൽ ആണെന്ന് പറയുക മാത്രമല്ലല്ലോ, ചിലപ്പോഴൊക്കെ ഫുൾ ഓഫാണെന്നാണ് പറയുക, സ്വിച്ച്ഡ് ഓഫ് എന്നാണ് പറയുക. ബന്ധമേ വിച്ഛേദിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തൊരു കഷ്ടമാണല്ലേ! ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമൊക്കെ രൂപപ്പെട്ട, സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും സൃഷ്ടികളായിരിക്കെ സൃഷ്ടാവ്, ഉടയവൻ തൻ്റെ ആടുകളിൽ ഓരോന്നുമായി
എന്തൊക്കെയോ സമ്മതിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, ബന്ധപ്പെടാനായിട്ട് പരിശ്രമിക്കുമ്പോൾ, ആ ഉടയവനുമായി, സൃഷ്ടാവുമായി, ദൈവവുമായിട്ടുള്ള ബന്ധമേ വിച്ഛേദിച്ച് ഞാൻ എവിടെയാണെന്നുള്ള വിളംബരം എന്തുമാത്രം കഠിനമാണ്. മറ്റ് ചിലപ്പോൾ പറയുക തിരക്കിലാണ്, കാത്തു നിൽക്കാനാണ് പറയുക, ലൈൻ ബിസിയാണ്, നിങ്ങൾ ക്യൂവിൽ തുടരുക. ദൈവം എത്ര കാലമായിട്ടുണ്ടാവും വ്യക്തിപരമായിട്ട് എന്നെ ഒന്ന് വിളിക്കാനായിട്ട്, എന്നോടൊന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് എൻ്റെ ഈ ഭൂമിയിലെ സർവത്ര തിരക്കുകൾ കൊണ്ട് ദൈവം ആ ക്യൂവിൻ്റെ ഏറ്റവും ഒടുവിൽ അകപ്പെട്ടിട്ട് ഒന്ന് അടുത്തെത്താൻ പറ്റുന്നില്ല. നമ്മൾ ഇത്രത്തോളമൊക്കെ ആരെങ്കിലുമാണോ? സ്വയം നമ്മളിങ്ങനെ വലിയ വലിയ ആളുകളാണ് എന്ന് സ്വയം ധരിച്ച് പർവ്വതത്തെക്കാളും വലിയ ആളായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടാവും. പക്ഷെ എന്തുമാത്രം നിസ്സഹായരാണ് നമ്മൾ ഓരോരുത്തരും. മനുഷ്യരെന്ന നിലയിൽ എന്തുമാത്രം എന്താ പറയുക, നിസ്സാരരാണ്. ഏറ്റവും നല്ലൊരു ഉദാഹരണം കൊണ്ട് നമുക്കത് വീണ്ടെടുക്കാവുന്നതേ ഉള്ളൂ. അവനവൻ്റെ നിസ്സാരത, നിസ്സഹായ അവസ്ഥ എന്താണ്? അടുത്ത നിമിഷം എന്താണ്? എൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത നിമിഷം എന്താണ്? എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? വ്യക്തത, എന്തെങ്കിലും ഉറപ്പ്, എവിടെ നിന്നെങ്കിലും ആരുടെയെങ്കിലും ഭാഗത്തു നിന്നൊരു ഉറപ്പ്? ഒന്നുമില്ല. വെറുതെ പ്രതീക്ഷകൾ മാത്രമാണ്. നാളെ കാണാം, മറ്റന്നാൾ വരാം, അടുത്ത മാസം തരാം, അങ്ങനെയൊക്കെ നമ്മൾ വല്ലാത്ത ചില പ്രതീക്ഷകൾ പ്രകടിപ്പിക്കുന്നുണ്ട്, പങ്കുവെക്കുന്നുണ്ട്. അതല്ലാതെ സ്വന്തം ജീവിതത്തിൻ്റെ അടുത്ത നിമിഷത്തെക്കുറിച്ച് ഭൂമിയിൽ ആർക്കാണ് എന്തെങ്കിലും ധാരണയോ വ്യക്തതയോ ഉള്ളത്? ഭൂമിയിൽ ആർക്കാണ്? എത്ര വലിയ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ആളായിരുന്നാലും എന്തെങ്കിലും ഒരു ഉറപ്പോ വ്യക്തതയുണ്ടോ അടുത്ത നിമിഷത്തെക്കുറിച്ച്? ഒന്നുമില്ല. അപ്പോൾ തന്നെ ആ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാനായിട്ട് അവകാശം പരിപൂർണമായി ഉടമസ്ഥൻ്റെ കയ്യിലാണെന്ന്, ഉടയവൻ്റെ കയ്യിലാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ എത്ര വേഗം ആ ദൈവവുമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്കെത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുറത്ത് അന്വേഷിച്ചുകൊണ്ടിരുന്ന വിഭവങ്ങൾ നമ്മളിനി അന്വേഷിക്കേണ്ടെന്നല്ല, ആ തിരക്കുകൾക്കിടയിൽ അവനവൻ്റെ അകത്തേക്കൊന്ന് നോക്കാനും പോകാനും അന്വേഷിപ്പാനും ഒന്ന് വൃത്തിയാക്കാനും ഒരു വെളിച്ചത്തെ തെളിക്കാനും ആ വെളിച്ചത്തെ അവിടെ നിലനിർത്താനുമൊക്കെ ആയിട്ട് ഒരു ദിവസത്തിനകത്ത് ഇത്തിരി സമയമൊന്ന് കണ്ടെത്തണ്ടേ? 24 മണിക്കൂറുകൾ ലഭിച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ആവശ്യത്തിനും മീതെയും സമയം ചെലവഴിക്കുമ്പോൾ അവനവൻ്റെ ആ ഉന്മയ്ക്ക് വേണ്ടി, ബീയിങ്, അവനവൻ്റെ അസ്തിത്വത്തിന് വേണ്ടി, അവനവൻ്റെ ആത്മാവിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കാനായിട്ട്, നിക്ഷേപിക്കാനായിട്ട്, കണ്ടെത്താനായിട്ട് പറ്റാതെ പോകുന്നുവെങ്കിൽ എന്തൊരു വിഡ്ഢി ജന്മമാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ മനോഹരമായൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. കൊലോസ്യ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ കത്താണ്. അങ്ങനെ വല്ലവർക്കുമൊക്കെ എഴുതിയ കത്തുകൾ നമ്മളെന്തിനാണ് വായിക്കുന്നല്ലേ? അത് നമുക്ക് വേണ്ടിയിട്ട് കൂടി എഴുതിയെന്ന് എങ്ങനെയാണ് നമുക്ക് പിടുത്തം കിട്ടുക? എപ്പോൾ ആരാണ് പറഞ്ഞു തരിക? നമ്മളിങ്ങനെ ഇനിയും പ്രവാചകന്മാരെ, നേതാക്കന്മാരെയൊക്കെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവം അയക്കുന്ന ദൂതൻ എന്നെ ഒന്ന് പാകപ്പെടുത്തട്ടെ, പഠിപ്പിക്കട്ടെ, അങ്ങനെ നമ്മളിനി കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ആവശ്യത്തിന് മുന്നറിയിപ്പുകൾ കിട്ടിക്കഴിഞ്ഞു, അറിവുകൾ ആവശ്യത്തിന് പങ്കുവെച്ച് കഴിഞ്ഞു. ഇനി നമ്മളതിനു വേണ്ടി കാത്തിരിക്കുകയല്ല, ലഭിച്ചതും കിട്ടിയതുമൊക്കെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൊലോസ്യ സഭയ്ക്ക് എഴുതിയ പൗലോസിൻ്റെ ചെറിയ കത്ത് കൊലോസ്യ സഭയിലെ വിശ്വാസികൾക്ക് മാത്രമല്ല, ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്ന മുഴുവൻ ക്രിസ്തു വിശ്വാസികൾക്കും ബാധകമാണ്, ഏതാണ്ട് ഒരേപോലെ. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ ഏതാണ്ട് 26-27 വചനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാനിവിടെ ഒരു രഹസ്യം പങ്കുവെക്കാൻ പോവുകയാണ്. രഹസ്യം ശരിക്കും പങ്കുവെക്കുകയല്ല, രഹസ്യം വെളിപ്പെടുത്തുകയാണ്. പൗലോസ് അപ്പോസ്തലനെ പോലെ വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സാധാരണ വിശ്വാസികളുടെ സമൂഹത്തോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഒരു രഹസ്യം പറയാം, ആ രഹസ്യം വെളിപ്പെടുത്താം. ആ രഹസ്യത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ അതും പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭകാലം മുതൽ ദൈവം മറച്ചുവെച്ച ഒരു വലിയ രഹസ്യം. അപ്പോൾ ഈ രഹസ്യം ശരിക്കും ആരുടേതായിരുന്നു? ദൈവത്തിൻ്റേതായിരുന്നു. മനുഷ്യരിൽ നിന്ന് ദൈവം മറച്ചുവെച്ച ഒരു വലിയ രഹസ്യം.
അതും യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ. എത്രയോ കാലമായിട്ടുണ്ടാവും ദൈവം മറച്ചു വെച്ച, വെളിപ്പെടേണ്ട എന്ന് കരുതിയ രഹസ്യം അങ്ങനെ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട് പൗലോസ് അപ്പോസ്തലൻ അത് വെളിപ്പെടുത്തുകയാണ്. ശരിക്കും ആ രഹസ്യം വെളിപ്പെട്ടിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അതാർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ, മനസ്സിലാക്കിയെങ്കിലും മനസ്സിലായെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കാനോ അതിന് അനുസരിച്ച് അതിനോട് ഉൾച്ചേർന്ന് സ്വയം ഒന്ന് പരുവപ്പെടാനോ കഴിയാതെ പോകുന്നു. അങ്ങനെ അറിഞ്ഞിട്ടും അറിയാത്ത ചിലരും ഒട്ടും അറിയാത്ത ചിലരും എല്ലാവരും കൂടി മിക്സായൊരു ഗ്രൂപ്പാണ്. ആ സമൂഹത്തോടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ആ വലിയ രഹസ്യം ഇപ്പോൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. അതും ഓർത്തോണം, നിസ്സാരമായ രഹസ്യമല്ല, വളരെ പ്രേഷ്യസാണ്, വളരെ അമൂല്യമായ രഹസ്യമാണ്. അതാണ് അതിൻ്റെ വിശേഷണം. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭകാലം മുതൽ സാക്ഷാൽ ദൈവം മറച്ചുവെച്ച രഹസ്യമാണ്. അത് ദൈവത്തിൻ്റെ വിജാതീയർക്കിടയിലും സ്വജാതീയർക്കിടയിലുമൊക്കെ അത് എങ്ങനെയായി മാറുന്നു എന്നൊക്കെയാണ് പൗലോസ് അപ്പോസ്തലൻ തുടർന്ന് പറയുന്നത്. ഇനി രഹസ്യം എന്താണ്? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. നമുക്കൊന്നും കൂടെ ആവർത്തിക്കാം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് കേൾക്കാനായിട്ട് ഭാഗ്യം കിട്ടിയ മനുഷ്യർ ശരിക്കും ആഹ്ലാദിച്ചിട്ടുണ്ടാവുമോ അതോ ശരിക്കും ഞെട്ടി വിറച്ചിട്ടുണ്ടാവുമോ? ഉറപ്പോടുകൂടി പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇത് ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. ഈ തിരിച്ചറിവിൽ ഓരോരുത്തരും തുടർന്ന് ജീവിക്കേണ്ടതാണ്. ഓരോ അറിവും ശരിക്കും നമ്മളെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന കാര്യമാണ്. അറിവിനനുസരിച്ച് പ്രതികരിക്കാനായിട്ട്, അറിവിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് എനിക്കൊരു പുതിയ ബാധ്യത ഉണ്ടാകുന്നു. ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ, അയ്യോ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് നാളെ രക്ഷപ്പെടാൻ ഒരു ഒഴിവൊഴിവ് പറയാനായിട്ട് പറ്റാതെ പോകും. അതുകൊണ്ടാണ് കൃത്യമായി നമ്മൾ അറിഞ്ഞു വെക്കണം, ക്രിസ്തു അംശം നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കാത്തത്? നിസ്സാരമല്ല കേട്ടോ. ഓരോരുത്തരുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്നുള്ള ഒരു വലിയ വെളിപാട് ലഭിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് എന്തുമാത്രം മാറേണ്ടി വരും. മറിയം എന്നൊരു സാധാരണ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ട ദൂതൻ വരുന്നുണ്ട്. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനമെന്നൊക്കെ ആ ദൂതൻ ആഹ്വാനം ചെയ്യുമ്പോൾ, ആശീർവദിക്കുമ്പോൾ ഒരു വലിയ അനുഭവത്തിലേക്ക് മറിയമെന്ന അമ്മ പ്രവേശിക്കുകയാണ്. ആലോചിച്ച് നോക്കി, ദൈവത്താൽ അയക്കപ്പെട്ട ദൂതൻ മറിയമെന്ന സ്ത്രീയെ സന്ദർശിക്കുകയാണ്. ആ ദൂതൻ പറയുന്നതനുസരിച്ച് ദൈവം നിൻ്റെ ഉള്ളിൽ രൂപപ്പെടാൻ പോവാമെന്നാണ് പറഞ്ഞത്. അതോടുകൂടി ശരിക്കും സംഭ്രമത്തിലാവുന്നു, വല്ലാത്തൊരു അസ്വസ്ഥതയിലാവുന്നു, എല്ലാം തകിടം മറിയുകയാണ്. ദൈവത്തിൻ്റെ ദൂതൻ്റെ ഈ സമാധാന ആശംസ എന്താണെന്ന് എനിക്ക് ഒരു വിധത്തിലും പിടുത്തം കിട്ടുന്നില്ല. സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് മറിയം ദൂതനോട് ചില സംശയങ്ങളൊക്കെ ചോദിക്കുന്നത്. ദൂതൻ്റെ ഒരു ബലപ്പെടുത്തലുണ്ട്. പരിശുദ്ധാത്മാവ് കടന്നു വരും, പരിശുദ്ധാത്മാവ് നിന്നിൽ ആവസിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വരികയും ആ പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ എനിക്ക് പലതും, പിടുത്തം കിട്ടാതിരുന്ന പലതും എനിക്ക് മനസ്സിലായി തുടങ്ങും. ഉൾക്കൊള്ളാൻ പറ്റാത്ത പലതിനെയും എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് അവിടെ മുതൽ സാധിക്കും. അപ്പോൾ ഞാൻ നിങ്ങളുമൊക്കെ ഉള്ളിലുള്ളൊരു ക്രിസ്തു അനുഭവത്തെയോ ക്രിസ്തു ശ്രേഷ്ഠതയോ തിരിച്ചറിയാനോ അതിനനുസരിച്ച് തുടർന്ന് ജീവിച്ചു പോകാനോ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ കൂടി ആവശ്യമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് കൂടി പ്രാർത്ഥിപ്പാനായിട്ട് പരിശ്രമിക്കണം, ആരംഭിക്കണം. അങ്ങനെ മറിയമെന്ന അമ്മയ്ക്ക്, അല്ലെങ്കിൽ മറിയമെന്ന ഒരു സാധാരണ ചെറിയ പെൺകുട്ടിക്ക് ലഭിച്ചതുപോലെ ക്രിസ്തു അനുഭവം ഏതൊരാളുടെയും ഉള്ളിലുണ്ടെന്ന് പൗലോസ് അപ്പോസ്തലൻ ഉറപ്പിച്ചു പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ ക്രിസ്തു അനുഭവത്തെ ആസ്വദിക്കാനായിട്ട്, ആ ആനന്ദത്തിൽ ജീവിപ്പാനായിട്ട് എനിക്ക് കഴിയാതെ പോകുന്നത്? അതിൻ്റെ കാരണം വളരെ ലളിതമാണ്.
ക്രിസ്തു വഴികൾ എൻ്റെ ലോക വഴികളുമായി കൂട്ടിച്ചേരുന്നില്ല. ഞാൻ ഗൗരവത്തിൽ ക്രിസ്തുവിനെ എടുത്താൽ, ക്രിസ്തു മൂല്യങ്ങളെ കൈക്കൊണ്ടാൽ, ക്രിസ്തു വചനങ്ങളെ വിശ്വസിച്ചാൽ, അത് ജീവിക്കാനായിട്ട്, അതിനകത്ത് ജീവിപ്പാനായിട്ട് ഞാൻ തീരുമാനിച്ചാൽ, ഞാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സാധാരണ ജീവിതത്തിന് ഇനി വലിയ പ്രസക്തിയില്ല, ഒട്ടും പ്രാധാന്യവുമില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ നേട്ടമെന്ന് കരുതിയ, ലാഭമെന്ന് കരുതേണ്ട പലതും ഞാൻ ക്രിസ്തുവിന് വേണ്ടി ചപ്പും ചവറുമായി ഗണിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ പല നേട്ടങ്ങളും പല ലാഭങ്ങളും ഞാൻ ക്രിസ്തു എന്ന അതിലും വലിയ ഒരു ലാഭത്തെ പ്രതി വേണ്ടെന്ന് വെക്കുക. ഓർത്തു നോക്കിയ ഒരു ക്രിസ്തു അനുഭവത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ചെലവിടേണ്ട ത്യാഗങ്ങൾ, നഷ്ടപ്പെടുത്തേണ്ട സൗഭാഗ്യങ്ങളൊക്കെ എത്രയോ വലുതാണ്. മറിയമെന്ന പെൺകുട്ടി ഒരു ദരിദ്രയായ, സാധാരണ, വളരെ സാധാരണത്വമുള്ള ഒരു ചെറിയ പെൺകുട്ടിയാണ്. അവളുടെ ജീവിതത്തിലേക്ക് സ്വർഗം താന്നിറങ്ങി വരുമ്പോൾ ഓർത്തു നോക്കി എത്രയോ വലിയ മഹത്വത്തിലേക്കാണ് മറിയം ഉയർത്തപ്പെടുന്നത്. എന്നിട്ടും മറിയമെന്ന സാധാരണ പെൺകുട്ടിയുടെ, പിന്നീട് യേശുവിൻ്റെ അമ്മയായ ആ സ്ത്രീയുടെ ഭൂമിയിലെ ബാക്കി ജീവിതം പരിശോധിച്ചാൽ അവിടെ എന്തെങ്കിലും ഒരു സന്തോഷമോ മഹത്വത്തിൻ്റെ പ്രഭാവമോ പ്രതാപമോ കാണാനുണ്ടോ? ഒന്നുമില്ല. വളരെ സാധാരണത്വത്തിൽ തന്നെയാണ് അവർ തുടർന്നും ജീവിച്ചത്. അതുകൊണ്ടാണല്ലോ ദൂതൻ്റെ സന്നിധിയിൽ മറിയമെന്ന പെൺകുട്ടി പറയുന്നുണ്ട്, അവിടുത്തെ ദാസിയാണ് ഞാൻ, അവിടുത്തെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറഞ്ഞതോടുകൂടി ആ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തെയും ശക്തിയെയും ഒക്കെ മറിയമെന്ന പെൺകുട്ടി ഉൾക്കൊള്ളുകയാണ്. അതേ തുടർന്നാണ് തനിക്ക് സംഭവിപ്പാനായിട്ട്, ഭാവിയിൽ സംഭവിപ്പാനായിട്ടിരിക്കുന്ന മുഴുവൻ പ്രതികൂല സാഹചര്യങ്ങളെ, പ്രതിസന്ധികളെയും അപമാനത്തെയും ഓരോരോ പരിക്കുകളെയും ഓരോരോ പരിഹാസത്തെയും ഒറ്റപ്പെടലിനെ ചീത്തപ്പേരിനെ ഒക്കെ ഓർത്തിട്ട് ഒന്ന് മാറ്റിവെച്ചിട്ട് മറിയം പറയുകയാണ്, അവിടുത്തെ ദാസിയാണ് ഞാൻ, അവിടുത്തെ അമ്മയാകുന്നൊന്നുമല്ല പറഞ്ഞ്, ദൈവത്തിൻ്റെ ദാസിയാണ് ഞാൻ. ദൈവത്തിൻ്റെ ഹിതം അതെന്താണോ അതെന്നിൽ ഭവിക്കട്ടെ. അപ്പോൾ എത്രത്തോളം ഔന്നത്യത്തിലേക്ക് ഉയർത്തപ്പെട്ടോ അത്രത്തോളം സ്വയം താന്ന് ഇറങ്ങാനായിട്ട് മറിയത്തിനും സാധിക്കുന്നു. എന്തുകൊണ്ട്? സ്വർഗമാണ് മനുഷ്യനായി തന്നിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വർഗസ്ഥനായ ദൈവം ഒരു കുഞ്ഞായിട്ട് തൻ്റെ ഗർഭപാത്രത്തിലേക്ക്, ഉദരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ ഒരു യാത്രയെ ഒരു വലിയ മഹത്വത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഏറ്റവും സാധാരണത്വത്തിലേക്കുള്ള ഒരു കൂടുമാറലാണെങ്കിൽ, ഒരു ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ, രൂപാന്തരീകരണമാണെങ്കിൽ, ശരിക്കും ആലോചിച്ച് മനുഷ്യനും അത് സ്വീകരിച്ചേ മതിയാവും. അതിൻ്റെ തുടർച്ച മനുഷ്യനും ഉണ്ടാവണം. അതാണ് മറിയം തൻ്റെ ജീവിതത്തിലൂടെ പ്രകടിപ്പിച്ചത്. ഒരു വലിയ മാതൃകയായിട്ട് ഇന്നും നമുക്കുണ്ട്. നമുക്കത് കാണാനോ ഏറ്റെടുക്കാനോ സന്നദ്ധത ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ്. മറിയം തരുന്ന ഏറ്റവും വലിയ മാതൃക ഏതാണ്? സ്വയം ചെറുതാവുക. എന്തുമാത്രം സ്വയം ചെറുതാകാൻ പറ്റുമോ അത്രത്തോളം ചെറുതാവുക. കാരണം സാധാരണക്കാരിൽ അസാധാരണ കാര്യങ്ങൾ നിർവഹിപ്പാനായിട്ട് തിരഞ്ഞെടുക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ദൈവം, ആ ദൈവത്തെ അനുഭവിക്കുന്നതിലൂടെ മനുഷ്യൻ സ്വന്തം നിസ്സഹായതയും നിസ്സാരതയും മനസ്സിലാക്കുന്നു. ഇത്രത്തോളം ഉള്ളൂ നമ്മൾ ഓരോരുത്തരുമെന്ന് ഓരോരുത്തർക്കും വെളിപ്പെട്ട് കിട്ടിയാൽ കിട്ടുന്ന ഓരോ നിമിഷത്തെയും എന്തുമാത്രം സന്തോഷത്തോടെ, ആനന്ദത്തോടെ, കൃതജ്ഞതയോടുകൂടി, നന്ദിയോടുകൂടി നമുക്ക് വിനിയോഗിക്കാൻ പറ്റും. അങ്ങനെ കൊലോസ്യ സഭയോട് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നതനുസരിച്ച് എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തു അനുഭവത്തെ കണ്ടെത്താനായിട്ട് ഞാൻ നല്ലവണ്ണം പ്രയത്നിക്കണ്ടേ, നല്ലവണ്ണം പ്രാർത്ഥിക്കണ്ടേ, ഒരുങ്ങണ്ടേ. എൻ്റെ ഉള്ളിൽ ക്രിസ്തു അനുഭവമുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവുണ്ട്. അതിനനുസരിച്ച് ക്രിസ്തുവിന് ഇണങ്ങുന്ന വിധത്തിൽ എനിക്കൊരു തുടർ വഴികളുണ്ടാവണ്ടേ, ഒരു ജീവിത രീതി ഉണ്ടാവണ്ടേ, പെരുമാറ്റം ഉണ്ടാവണ്ടേ. അത് കണ്ടിട്ട് വേണ്ടേ മറ്റുള്ളവർ
ഇവനൊരു ക്രിസ്തു അനുയായി ആണ് എന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട്. ക്രിസ്ത്യാനി എന്നുള്ളൊരു കോമൺ ടൈറ്റിലോ ലേബലോ നെറ്റിമേൽ ഒട്ടിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റിലൊക്കെ കൃത്യമായി അച്ചടിച്ച് വെച്ച് നടക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ ക്രിസ്തു അനുയായി ആവുന്നുണ്ടോ? ക്രിസ്തു മൂല്യങ്ങളെ പറ്റാവുന്ന വിധത്തിൽ ഉൾക്കൊള്ളാനും സ്വീകരിക്കാവുന്നതുപോലെ സ്വീകരിച്ച് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ടും പരിശ്രമം തുടങ്ങണ്ടേ? അത്ര എളുപ്പമൊന്നുമല്ല തുടങ്ങാനും വിജയിപ്പിക്കാനും നിലനിർത്താനും ഒന്നും. എന്നാൽ അത്തരമൊരു ആഗ്രഹമെങ്കിലും നമ്മളിൽ കാര്യമായിട്ടുണ്ടാവണ്ടേ? തീർച്ചയായിട്ടും ഉണ്ടാവണം. അങ്ങനെ എൻ്റെ ഉള്ളിലും ക്രിസ്തു ഉണ്ടെന്ന പൗലോസ് അപ്പോസ്തലൻ്റെ ഓർമ്മപ്പെടുത്തലിനെ ഞാൻ ഗൗരവത്തിലെടുത്താൽ ഞാൻ ആ ഒരു അനുഭവത്തിലേക്ക് എത്താനായിട്ട് എന്തു ചെയ്യണം? ഒരു മാർഗം യേശുവിനെ കേൾക്കുക എന്നുള്ളതാണ്, യേശുവിനെ കാണുക എന്നുള്ളതാണ്. നമുക്ക് ഈ വർത്തമാനകാല ജീവിതത്തിൽ എങ്ങനെയാണ് യേശുവിനെ കാണാനും കേൾക്കാനും പറ്റുക? എളുപ്പമാണത്. നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്തന്വേഷിക്കുമ്പോൾ, ഒരുപാട് വിഭവങ്ങൾ സ്വന്തമാക്കാനായിട്ടുള്ള തത്രപ്പാടിൽ പുറത്തുകൂടി ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് അലയുമ്പോൾ അവനവനിലേക്കൊന്ന് മടങ്ങിയെത്താനായിട്ട് നല്ലൊരു ക്ഷണമുണ്ടെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. മറിയമെന്ന അമ്മയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അതുതന്നെയാണ്, സ്വയം തിരിച്ചറിയാനായിട്ട് പറ്റുന്നു. സ്വയം തിരിച്ചറിയുന്നതിലൂടെ അവനവനിൽ ആരംഭിച്ച ക്രിസ്തു അനുഭവത്തെ ശരിക്കും ആസ്വദിക്കാനും അതിനകത്തൊരു ആനന്ദം കണ്ടെത്താനും പറ്റുന്നു. ഒന്നും നിസ്സാരമല്ല, ഒന്ന് പരിശ്രമിച്ചാൽ മതി. മറിയമെന്ന അമ്മ പതിയെ തന്നുള്ളിലുള്ള ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞതുപോലെ പിന്നീടുള്ള തൻ്റെ മുഴുവൻ കാല ജീവിതവും ആ യേശുവിന് ഇണങ്ങുന്ന വിധത്തിൽ, ആ യേശുവിന് അനുരൂപമായ വിധത്തിൽ അനുഗമിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല ക്രിസ്തു അനുയായിയായിട്ടും മറിയമെന്ന അമ്മ മാറുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ അമ്മയിൽ നിന്ന് കണ്ടെത്തേണ്ട ഏറ്റവും വലിയ ഒരു മാതൃക ശരിക്കൊരു മൗനം തന്നെയാണ്. മറിയം എന്തുമാത്രം മിണ്ടാമായിരുന്ന സ്ത്രീയായിരുന്നു. ഏതെല്ലാം അവസരങ്ങളിൽ സ്വയം നേതാവായി മാറാവുന്നൊരു സ്ത്രീയായിരുന്നു. എന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല. ഒരു സ്തോത്രഗീതമുണ്ട് വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ. ആ സ്തോത്രഗീതത്തോടു കൂടിയൊക്കെ മറിയം ശരിക്കും ഒരു മൗനത്തിലേക്ക് പോവുകയാണ്. എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, എൻ്റെ ആത്മാവിനെ ജീവിപ്പിക്കുന്നവനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ മറിയം അതിനുശേഷം വല്ലാത്തൊരു മൗനത്തിലാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളാണ് മിണ്ടുന്നത്. എന്തുകൊണ്ടാണ്? ഹൃദയം നിറഞ്ഞിരിക്കുകയാണ് ദൈവത്താൽ. പിന്നെ ഒന്നും മിണ്ടണ്ട. മിണ്ടുന്നതെല്ലാം സ്തോത്രങ്ങളാണ്, സ്തുതികളാണ്. അത്രത്തോളം നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിലുള്ള പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ സഭയിലെ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തിയ ആ ക്രിസ്തു അനുഭവത്തെ തിരിച്ചറിയാനായിട്ട് ജീവിതത്തിൽ കുറച്ചൊക്കെ ഒരു നിശബ്ദത പാലിക്കാനായിട്ട് ഒന്ന് പഠിക്കണ്ടേ? ഈ നിശബ്ദത നമ്മൾ പുറത്തും അകത്തുമൊക്കെ എപ്പോഴും ഒരു ബഹളത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ബഹളത്തിനകത്താണ്, ആൾക്കൂട്ടത്തിനകത്താണ്. അത് നമ്മുടെ ഈ സാധാരണ ജീവിതം, ഭൗതിക ജീവിതം നിലനിർത്താനും മുമ്പോട്ട് പോകാനൊക്കെ ആയിട്ട് ആവശ്യമാവാം. പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ അവനവൻ്റെ സ്വകാര്യതയിൽ ഒരു സ്പിരിച്വൽ റീചാർജിങ് ആവശ്യമല്ലേ? ശരിക്കും സുവിശേഷം ഒന്ന് വായിച്ചിട്ട് എത്ര കാലമായി? അങ്ങനൊരു ചോദ്യം എളുപ്പമാണ് നമുക്ക് മറ്റൊരാളോട് ചോദിക്കാനായിട്ട്. പക്ഷേ അവനവനോട് ചോദിക്കാൻ പറ്റുമോ? സുവിശേഷം വായിച്ചിട്ട് എത്ര കാലമായി? വിശുദ്ധ വേദപുസ്തകം കാര്യമായിട്ടൊന്ന് എടുത്തിട്ട് തുറന്നിട്ട് വായിച്ചിട്ട് എത്ര കാലമായി? ഒരുപക്ഷെ ഭവനങ്ങളിലൊക്കെ നിന്ന് പോകുന്നുവെങ്കിലും അല്പമായിട്ടെങ്കിലും അവശേഷിക്കുന്ന ഒരു നിത്യപ്രാർത്ഥനയുടെ ഭാഗമായിട്ട് വേദപുസ്തകമൊക്കെ കയ്യിലെടുക്കുന്നുണ്ടാവും ആരെങ്കിലുമൊക്കെ. അതിങ്ങനെ കൈമാറി ഒരുപക്ഷെ വായിക്കുന്നുണ്ടാവും. എന്നാലും ആ വായനയൊന്നുമല്ല, കുറച്ചുകൂടി ഒരു അടുപ്പമുള്ള ഹൃദയവുമായി ബന്ധപ്പെട്ടൊരു വായന ആവശ്യമാണ്. വായിക്കുന്നതൊക്കെ ഗ്രഹിക്കുന്നുവോ എന്നുള്ളൊരു ചോദ്യവും പ്രസക്തമാണ്. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിച്ചു പോകുന്നു എന്നപ്പുറത്ത് നമ്മുടെ വലിയൊരു സൂത്രം എന്താണ്, തന്ത്രം എന്തെന്ന് ചോദിച്ചാൽ സങ്കീർത്തനം തുറക്കും, കാര്യമായിട്ടൊറ്റ വായനയാണ്. പരമാവധി ഏറ്റവും ചെറുത് തപ്പിയെടുക്കാനായിട്ട് ബിരുദമുണ്ട്. തുറക്കുന്നതും കിട്ടുന്നതുമൊക്കെ കുറച്ച് വലുതാണെങ്കിൽ എന്തൊരു ഭാരമാണ്.
തുടങ്ങിയും പോയല്ലോ, ഇതെപ്പോൾ എങ്ങനെയൊന്ന് തീർത്ത് കിട്ടും. പ്രത്യേകിച്ച് കീർത്തനം കൂടി ആയതുകൊണ്ട്, പഴയ നിയമത്തിൻ്റെ ഭാഗവും കൂടി ആയതുകൊണ്ട് നമ്മളുമായത് അത്രയ്ക്ക് ഇങ്ങോട്ട് ലേറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ വലിയ അർത്ഥങ്ങളോ വ്യാഖ്യാനങ്ങളോ ഒന്നും തേടേണ്ട, ഒന്നും മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം വരുന്നില്ല. പക്ഷെ അതൊക്കെ വിട്ടിട്ട് നേരിട്ട് സുവിശേഷത്തിലേക്കൊന്ന് വരാനായിട്ട് ഒരു ക്രിസ്തു അനുഭവത്തെ ആഗ്രഹിക്കുന്ന ഏതൊരാളും തുടങ്ങേണ്ടതാണ്. അങ്ങനെ നിത്യവും അല്പ സുവിശേഷ ഭാഗങ്ങൾ വായിക്കുന്നതിലൂടെ നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് ഉറപ്പോടെ പറഞ്ഞ, അതും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ക്രിസ്തു അനുഭവത്തെ സ്വന്തമാക്കാനായിട്ട് പറ്റും. വചനം വായിക്കാനായിട്ട് എനിക്കൊരു മനസ്സും പരിസരവും അനുകൂലമാക്കി കിട്ടണമേ എന്നൊരു പ്രാർത്ഥന ആവശ്യമാണ്. സുറിയാനി സഭയുടെ പ്രാർത്ഥനകളെല്ലാം അടങ്ങിയ വലിയൊരു പുസ്തകമുണ്ട്. അതിനകത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തും. വേദപുസ്തക വായനയ്ക്ക് മുമ്പ് ഒരു പ്രാർത്ഥന, വായനയ്ക്ക് ശേഷം ഒരു പ്രാർത്ഥന. അതിനകത്ത് ഒരുപാട് പ്രാർത്ഥനകൾ കിടപ്പുണ്ട്. കുഞ്ഞു പ്രാർത്ഥനകൾ. കുളിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥന, കുളി കഴിഞ്ഞ് പ്രാർത്ഥന, എണ്ണ തേക്കുന്നതിന് മുമ്പ് പ്രാർത്ഥന, എണ്ണ തേച്ച് കഴിഞ്ഞ് പ്രാർത്ഥന, ഭക്ഷണത്തിന് മുമ്പും ശേഷവും പ്രാർത്ഥന. ഭൂമിയിലെ നമ്മളുടെ മനുഷ്യനെന്ന നിലയിലുള്ള സർവ്വ ചെയ്തികൾക്കും പ്രവർത്തനങ്ങൾക്കുമൊക്കെ മുമ്പും പ്രാർത്ഥന ഉണ്ട്. അതിലൊന്നാണ് വിശുദ്ധ വേദവായനയ്ക്ക് മുമ്പും ശേഷവുമുള്ള പ്രാർത്ഥന. ഇതിനെന്നെ ഒന്ന് ഒരുക്കണമേ, പാകപ്പെടുത്തണമേ, അനുകൂല സാഹചര്യം കിട്ടണമേ എന്നാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഇതൊക്കെ നമ്മളൊന്ന് തുടങ്ങണം കേട്ടോ. എന്നാലേ നമുക്കിത് മുടങ്ങാതെ മുമ്പോട്ട് വായിച്ചു പോകാനായിട്ട് പറ്റൂ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയാൽ, കൊലോസ്യ സഭയോട് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ആ വലിയൊരു രഹസ്യം ഞാൻ വെളിപ്പെടുത്താം. അത് ദൈവം മറച്ചു വെച്ച രഹസ്യം കൂടിയാണ്. നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് കാണരുത്, കേൾക്കരുത്. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ ദൈവം ബോധപൂർവം വെളിപ്പെടുത്തുന്നില്ല എന്ന് കരുതി മറച്ചു വെച്ച രഹസ്യം വെളിപ്പെടുത്തി കിട്ടി ആ ജനതയ്ക്ക്. ഇന്ന് നമുക്കും മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ക്രിസ്തുവിന് ചേരുന്ന ഒരു ജീവിതം നയിപ്പാനായിട്ട് ഞാൻ നിങ്ങളൊക്കെ എന്തുമാത്രം ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നമ്മൾ മറിയെന്ന അമ്മയും കൂടി ഒന്ന് അന്വേഷിച്ചത്. പരിപൂർണമായിട്ട് ക്രിസ്തുവിനെ കിട്ടിയ ആളെന്ന നിലയിൽ ആ മറിയമെന്ന അമ്മ എങ്ങനെയൊക്കെ ജീവിച്ചു എന്ന് നമ്മളൊന്ന് അന്വേഷിച്ചപ്പോൾ മറിയത്തിൻ്റെ ജീവിതത്തിലെ മൗനം തന്നെ നമ്മളിന്ന് കണ്ടെത്തി. അതുകൊണ്ട് നമുക്കും എല്ലാ ബഹളങ്ങൾക്കിടയിൽ നിന്നും കുറച്ചൊന്ന് മൗനമായിരിക്കാനായിട്ട് ശ്രമിക്കാം. ആ മൗനത്തിലൂടെ ഉള്ളിൻ്റെ ഉള്ളിലെ ദൈവത്തിൻ്റെ അനക്കങ്ങളെ നമുക്കും തിരിച്ചറിയാം, ആസ്വദിക്കാം, ആനന്ദിക്കാം. ഒപ്പം പുറത്തുള്ള കാര്യങ്ങൾ, പുറത്തുള്ള വിഭവങ്ങളെ മാത്രം നമ്മൾ നേടാതെയും അകത്തേക്കൊന്ന് നമ്മൾ ബോധപൂർവം എത്താനായിട്ടും നമുക്കൊന്ന് ശ്രമിക്കണം. അകത്ത് എന്നെയും കാത്ത് ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്. അതൊരു വലിയ അറിവും കൂടിയാണ്, അതൊരു വലിയ ആത്മീയതയാണ്, അതൊരു വലിയ അനുഭൂതിയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും അതിന് സഹായിക്കട്ടെ. ആ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് കൂടി ഒന്ന് പ്രാർത്ഥിപ്പാനായിട്ട് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.